Okay, dear students, today in the Kite Victors class, teacher was discussing about the interpretation of numbers that we have already done in the last class. We have interpret number in different ways. We make it groups and done so many things. We have already write it in ascending order and descending order, and we studied how to read and write 6-digit and 7-digit numbers. So today we are going to discuss about multiplication. നമ്മൾ ഇന്ന് മൾട്ടിപ്ലിക്കേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 2 ഡിജിറ്റ്സ് നമ്പറും 3 ഡിജിറ്റ്സ് നമ്പറും ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ 23 into 10. There is an easy way for multiplying any number with the 10. Can you say? Can you say what is the easy method of multiplying a number with the 10? 23 into IS 10. Okay, 23 and 0. Okay. 23 into 10 is equal to 230. 23 into 10 is equal to 230. Mic off ആക്കണേ എല്ലാവരും. 23 into 10 is equal to 230. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ മൈക്ക് ഓഫ് ആക്കി വെക്കണം. ഇല്ലെങ്കിൽ അത് ക്ലാസ്സിന് വലിയ ശല്യമായി മാറും. 23 into 20. There is an easy method for doing the multiplication of 20s also. 20 കൊണ്ടും ഗുണിക്കുന്നതിന് വഴി ഒരു എളുപ്പ വഴി നമുക്കുണ്ട്. That is 23 നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. That is 46. ഈ പൂജ്യം ഇട്ട് കൊടുക്കുന്നു. 2 into 3 6. 2 into 2 4. Adding this 0. 460. 460 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി 23 into 30. എന്താ ചെയ്യാ നമ്മള്? 3 into 3 9. 3 into 2 6 plus 1 0. ഇങ്ങനെ നമുക്ക് 40 കൊണ്ടും 50 കൊണ്ടും 60 കൊണ്ടും 70 കൊണ്ടും 80 കൊണ്ടും ഒക്കെ നമുക്ക് ഈസി മെത്തേഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത 100ലേക്ക് പോകാം. 23 into 100. What is the answer? 23 into 100. 23 ഗുണം 100. 2300. നിങ്ങളത് സംഖ്യയായിട്ടൊന്നും പറയണമെന്നില്ല, ഡിജിറ്റ് ആയിട്ട് പറഞ്ഞാലും മതി എളുപ്പത്തിന്. കാരണം സംഖ്യയാക്കി മനസ്സിൽ ഓർമ്മിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. 23 into 100 is equal to 2300. 23 into 200 is equal to 2 into 3 6. 2 into 2 4. 4600. ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള പോലെ തന്നെ നേരത്തെ 10 കൊണ്ടും 20 കൊണ്ടും 30 കൊണ്ടും പറഞ്ഞതുപോലെ തന്നെ 10 100 കൊണ്ടും 200 കൊണ്ടും 300 കൊണ്ടും 400 കൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ 1000 എടുക്കുക. 23 into 1000. 23 Any 23 into 2000. 2 into 3 6. 2 into 2 46,000. 46,000. 23 into 3000. 3 into 3 9. 3 into 2 6 plus 30 69,000. ഇങ്ങനെ നമുക്ക് 20 കൊണ്ടും 30 കൊണ്ടും 40 കൊണ്ടും 50 കൊണ്ടും 60 കൊണ്ടും എളുപ്പ വഴിയിൽ ഗുണിക്കാവുന്നത് പോലെ തന്നെ 100 കൊണ്ടും 200 കൊണ്ടും 300 കൊണ്ടും 400 കൊണ്ടും 500 കൊണ്ടും 600 കൊണ്ടും ഒക്കെ ഗുണിക്കാൻ പറ്റും. അതേപോലെ തന്നെ 1000 2000 3000 4000 6000.
ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. (234) into 345. 234 into 345. 340 234 ന 345 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ 345ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിഞ്ഞാലോ. ഇപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാൻ നമുക്ക് ചെയ്യാം. പക്ഷേ 345 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെറിയ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. അതിൽ നിന്ന് മാറി എന്താണ് യഥാർത്ഥ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറയാൻ പോകുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 345ന് 300 plus 40 plus 5 എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത്. 300 plus 40 plus 5. 345 പ്ലേസ് വാല്യൂ അനുസരിച്ച് ഇവിടെ 300ഉം ഇവിടെ 40യും ഇവിടെ 5ഉം ആണ് വരിക. സോ ദിസ് ഈസ് 345. ഇനി നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്ക്. 234നെ ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കുറച്ച് ഇങ്ങോട്ട് 234 into 5. അത് കഴിഞ്ഞ് 234 into പറയാമോ? 40. into 40 പിന്നെ 234 into 300. ഓക്കെ ആരും മൈക്ക് ഓൺ ചെയ്യണ്ട. അപ്പൊ ആദ്യം നമ്മൾ 234 into 5, 234 into 40, 234 into 300. ഇത് മൂന്നും ചെയ്യാം. അതിനുശേഷം പറഞ്ഞു നമുക്ക് നോക്കാം. 5 4 അല്ലേ കാണുന്നുണ്ടല്ലോ. ഓക്കെ, 1170 കിട്ടുന്ന എനിക്ക് തോന്നുന്നു. 5 4 20 0 2 ബാക്കി 5 3 5 2 17 1 ബാക്കി 5 2 10 11. ഓക്കെ, 1170. അടുത്തത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ഈസി വേ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ ക്ലാസ്സിന്റെ തുടക്കത്തിൽ. എന്താ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ 0 ചേർത്ത് ആദ്യം. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16 9360 കിട്ടി. ശരിയല്ലേ? 40 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്, 4 കൊണ്ടല്ല. നമ്മൾ അതിനൊരു എളുപ്പ വഴി കണ്ടെത്തിയത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 0 കൊടുത്താൽ മതി. അടുത്തത് 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പ വഴി നമുക്കറിയാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 2 0 ഇടും. 2 0 നമ്മൾ ആദ്യം ഇട്ടു. 3 into 4 12. 1 balance. 3 into 3 9 plus 1 10. 0. 1 balance. 3 into 2 6 plus 1 7. Okay. നമുക്ക് ഇതിനെ 3നെ ആഡ് ചെയ്യാം. ഈ 3നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് 5 കൊണ്ടോ 40 കൊണ്ടോ 30 കൊണ്ടോ അല്ലെ 5 കൊണ്ടോ 40 കൊണ്ടോ 300 കൊണ്ടോ ഒന്നും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 234ന് 345 കൊണ്ടാണ്. അതുകൊണ്ട് ഓരോന്നും കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് മുഴുവൻ നമ്മൾ കൂട്ടിയെടുക്കുന്നു. ഓക്കെ, 0 3
8 plus 3 6 plus 1 7 0 8 ശരിയല്ലേ? ഓക്കെ 80,730. നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന രീതി എന്താ രീതി നോക്കുക. നിങ്ങൾ ഇപ്പോ സാധാരണ ചെയ്യുന്നത് 234 എഴുതും 345 എഴുതും ചെയ്യും. ആദ്യം 5 കൊടുക്കും. കിട്ടിയില്ല. അതിനുശേഷം പറയും ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഉത്തരം എഴുതും. ശരിയല്ലേ? ഓക്കെ. ഇനി വീണ്ടും അടുത്ത സ്ഥാനമായ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട്. യഥാർത്ഥത്തിൽ ഇത് സ്ഥാനം മാറ്റുന്നതല്ല. 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യക്ക് ഇവിടെ 0 ഇടുന്നതിന് ഒരു തെറ്റുമില്ല. ഇവിടെയും 2 0 ഇടുന്നതിന് ഒരു തെറ്റില്ല. നിങ്ങൾ 0 ഇടുന്നില്ല, ഇടുകയും വേണ്ട. അപ്പൊ നമുക്ക് എന്തുത്തരം കിട്ടി? 0 80,730 തന്നെ ഉത്തരം കിട്ടി. ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയാം. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നോട്ടിന്റെ പിൻഭാഗത്ത് നിങ്ങൾ കൃത്യമായി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടുണ്ടോ എല്ലാവരും? എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അത് നമ്മൾ വളരെ ഭംഗിയായും വൃത്തിയായും തിരിച്ചും മറച്ചും നല്ലവണ്ണം ദിവസവും പഠിച്ചാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഗതി, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായി നിങ്ങളുടെ പുസ്തകത്തില് എഴുതി വെച്ച് ദിവസം ഇരുന്ന് പഠിച്ചതിന് ശേഷമേ ഇത് ചെയ്യാൻ നോക്കാവൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയിട്ട് ഇത് ചെയ്യാൻ നോക്കാതെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെക്കുക, കണക്കെടുക്കുക, ചെയ്യുക. ഞാൻ തരുന്ന വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഈസി മെത്തേഡ്. മൈൻഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം നോക്കിക്കോ. 743 743 into 7 plus 743 into 3. ഇത് 3 കാര്യങ്ങളില്ലാതെ 743നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 743നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് വീണ്ടും ആഡ് ചെയ്യുന്നു. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാലും അത്ര നമുക്ക് ഉത്തരം കിട്ടും. എങ്ങനെ ചെയ്യാൻ നോക്കും നമ്മള്? 743 into 7. ഓക്കെ അല്ലേ? 743 into 3. ഓക്കെ, ഇത് കൂട്ടാം. ആഡ് ചെയ്യാം. അപ്പൊ ഉത്തരം കിട്ടി 7430. ഇതല്ലാതെ, ഇത് സാധാരണ നമുക്ക് എല്ലാം അറിയുന്ന മാർഗം. ഇതല്ലാതെ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? Is there any easy way to find out the result of this multiplication? എന്തെങ്കിലും വഴിയുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നു? ഇത് സാധാരണ നമുക്ക് അറിയുന്ന ഒരു വഴി. ഇതിൽ നമ്മൾ 3 ക്രിയേറ്റർ, 3
കാൽക്കുലേഷൻസ് ചെയ്താൽ മാത്രമേ, രണ്ട് മൾട്ടിപ്ലിക്കേഷനും ഒരു അഡീഷനും ചെയ്താൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടൂ. ഇതൊന്നുമില്ലാതെ മനസ്സിൽ നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയും. 743 ഇവിടെ ഉണ്ട്. അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 743 into 3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടും തമ്മിൽ കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 743 നമുക്ക് 7 plus 3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എത്ര കിട്ടാൻ? 7430. അതിന്റെ ഉത്തരം 7430. ഇവിടെ നമ്മൾ ചെയ്തത് 743 into 7 plus 743 into 3 എന്നുള്ളതിന് പകരം ആദ്യം നമ്മൾ 7ഉം 3ഉം ആഡ് ചെയ്തതിന് ശേഷം 743 മൾട്ടിപ്ലൈ ചെയ്തു. 7ഉം 3ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 കിട്ടി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വളരെ നേരെ ഒരു 0 അങ്ങ് ചേർത്തെടുത്താം. കാര്യം മനസ്സിലായിക്കോ? മനസ്സിലായിക്കോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാനാവോ നോക്കാം. 873 into 4 plus 873 into 6. ഇവിടെ 873 into 4 ഉണ്ട്, 873 into 6 ഉണ്ട്. ഉത്തരം ഒരാൾക്ക് പറയാലോ? ആരാണ് ആദ്യം ചെയ്യാൻ നോക്കുക? നമ്മള് ഇതിന്റെ ഉത്തരം മനക്കണക്കായി പറയാം. ആദിദേവ് പറഞ്ഞോ. 8730. എങ്ങനെ കിട്ടി? 8730 കിട്ടിയത് എങ്ങനെയാന്ന് ഞാൻ പറയാം. അതായത് 873 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുന്നതിന് പകരം ആദിദേവ് 6 plus 4 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8730 കിട്ടി. അതായത് 773 കൂടെ കൂട്ടുന്നത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാരാ? ഇപ്പോഴേ റെഡി ആയിക്കോ. കുറച്ച് മാറുന്നേ ഉള്ളൂ. ആരാ റെഡി? അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ റെഡി ആയോ? ഇപ്പോഴേ പറയാ. ആരും തയ്യാറില്ലേ? 16 ആളുണ്ടായിട്ട് വ്യത്യാസം. റിൻഹ ഫാത്തിമ. ഓക്കെ, റിൻഹ ഫാത്തിമ ആണെന്നോ? 370. ഞാൻ പറയാം. ഒരാള് റിൻഹ ഫാത്തിമയോട് ചാൻസ് കൊടുക്കുക. 378 into 75 plus 378 into 25. സംഖ്യ കുറച്ച് വലുതായി നേരിടും. നേരത്തെ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. 378 into 75, 378 into 25. സംഖ്യ ഒന്നിച്ച് പറയാൻ പ്രശ്നമുണ്ടെങ്കിൽ ഡിജിറ്റ് പറഞ്ഞാൽ മതി. ഓരോ ഡിജിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയട്ടെ. അതിന്റെ കൂടി 2 0 കൂട്ടിയാ മതി. 840. അതൊന്നും വേണ്ട. 378. അതിന്റെ കൂടി 2 0 ഡബിൾ 0 ഇട്ടെടുത്താ മതി. കാരണം എന്താ? നൂറായോണ്ട് മൈക്ക് ഓഫ് ആക്ക. എല്ലാവരും സയ്യിദ് സമീർ മൈക്ക് ഓഫ് ആക്ക. ഇവിടെ 378 into 75 ആണ്, 378 into 25 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മള് 75 into plus 25 ചെയ്ത് 100 കിട്ടി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. 378 into 100. നമുക്ക് ഏത് ഉത്തരം കിട്ടും?
37,800 എന്ന് ഉത്തരം കിട്ടും. ഒരു പ്രയാസമില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ആരാ ഉത്തരം പറയാ? അടുത്ത ഉത്തരം പറയാരാ? ക്ലിയർ ആയി വന്നില്ല ഒരാള്? അമൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതാം. 835 into 940 plus 835 into 60. 835 into 940 plus 835 into 60. നമ്പർ പറയാൻ ഡിജിറ്റ് ആയിട്ട് ആദ്യം പറഞ്ഞ ആള് വേറെ ആരും മൈക്ക് ഓൺ ചെയ്യരുത്. ആദ്യം പറഞ്ഞ ആള് അമൻ ഷിനാസ് അല്ലേ? ഷിനാസ് പോയോ? അടുത്ത ആള്. Sir, in half at the rate 8,35,000. 8,35,000. 5,0,0,0. 8,35,000. ഇന്ന് പറഞ്ഞ ശരിയാണ്. 8,35,000. നമ്മളിവിടെ എന്താ ചെയ്തത്? 835 into 940 plus 835 into 60 എന്നുള്ളത് മാറ്റി 940യെയും 60യെയും കൂട്ടിയാൽ 1000 കിട്ടും. അതുകൊണ്ട് 835 into 1000 നമുക്ക് വളരെ ഈസിയാണ്. 835ഉം 1000ന്റെ 3 സീറോയും കൂടി ചേർത്താൽ ഉത്തരം. അടുത്ത ഉത്തരം ആരാ പറയാ? അടുത്ത ഞാനൊന്ന് മാറ്റാം. ഹൈഫ ജബിൻ പറയും. ഓക്കെ, 593 into 112 minus 593 into 12 പ്ലസ് അല്ലേ ഇവിടെ മൈനസ് ആണ്. പ്ലസ് എന്നുള്ള മാറ്റി ഞാൻ ഇവിടെ മൈനസ് ആക്കിയിട്ടുണ്ട്. ഈ ചോദ്യം ശരിക്കും വായിച്ചു നോക്കുക. 593 into 112 minus 593 into 12. 59,300. 59,300. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് എങ്ങനെയാ കിട്ടിയത് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ 593 into 112 ആണ്, പക്ഷെ ഇവിടെ മൈനസ് ആണ്. 593 into 12 ഇവിടെ ഉണ്ട്. 12 എന്നുള്ളതിന് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുക 100. 112 12 മൈനസ് ചെയ്താൽ കിട്ടുക 100. ആ 100 കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് 593 into 112 minus 12. 112ൽ നിന്നും 12 മൈനസ് ചെയ്താൽ 100 കിട്ടും. 100 കൊണ്ട് 593 മൾട്ടിപ്ലൈ ചെയ്താൽ 59,300 കിട്ടും. ഇങ്ങനെ വളരെ എളുപ്പത്തില് നമുക്ക് ഇത്തരം മൾട്ടിപ്ലിക്കേഷനുകൾ ചെയ്യാൻ സാധിക്കും. ഇനി ഞാനൊരു 3-4 ചോദ്യങ്ങൾ ഈ ബോർഡിൽ എഴുതാം. നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുത്ത് അതിന് ഉത്തരം പറയാം. ആരും ക്രിയൊന്നും ചെയ്തപ്പോൾ നേരെ ഉത്തരം പറയാം. അപ്പൊ റഫ് നോട്ട് എടുക്കുക. എല്ലാവരും ഈ 3 എണ്ണം മാത്രം ചെയ്തു. മൈക്ക് ഓഫ് ആക്കി വെക്കണേ. മൈക്ക് ഓഫ് ആക്കാത്ത കുറെ ആളുണ്ട്. ഓക്കെ, രണ്ടാമത്
ആരും വിളിച്ച് പറയണ്ട, ആരും ഉത്തരം വിളിച്ച് പറയണ്ട, നിങ്ങൾ നോട്ട് ചെയ്യ മാത്രമേ ചെയ്യണ്ടൂ. നോട്ടിൽ ചെയ്യ മാത്രം ചെയ്യുക, ആരും ഉത്തരം വിളിച്ച് പറയണ്ട. ഓക്കെ, അപ്പൊ 3 ചോദ്യം ആയി കഴിഞ്ഞു. അത് ബോർഡുമേലുണ്ട്, അത് പെട്ടെന്ന് എഴുതി എടുക്കുക. എഴുതി കഴിഞ്ഞു. ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല, ചെയ്ത് കഴിഞ്ഞു. ഓ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഉത്തരം എത്രയാന്ന് ഞാൻ പറയുന്നില്ല, പറയണോ? ഒന്നാമത്തെ എഴുതല്ലേ, 374 പ്ലസ് ഒരു 0 അല്ലേ, അതായത് 3740. അടുത്തതോ 984 പ്ലസ് 00, അതിന് കിട്ടുക 98,400. ഇവിടെയോ 48,000 4,800 എന്ന് കിട്ടും. അപ്പം ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു 5-6 കണക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ഒരു വർക്ക്ഷീറ്റ് ഒരു 7:30 മണിയാകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ആ വർക്ക് നാളെ ഉച്ചക്കുള്ളിൽ കഴിയുന്നതും വേഗത്തിൽ ചെയ്ത് എനിക്ക് തിരിച്ചയച്ചു തരണം എല്ലാവരും. ഇനി ഏതാണ്ട് ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ വേൾഡ് എന്ന് പറയുന്ന പാഠം അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കണക്കും ചെയ്യുക. ഇതിന് പുറമെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന വർക്ക്ഷീറ്റിലെ കണക്ക് മാത്രം ചെയ്താൽ മതി. അല്ലാതെ വേറെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ചെയ്യൊന്നും വേണ്ട. ടെക്സ്റ്റ് ബുക്കിലെ കണക്കും ഞാൻ അയക്കുന്ന വർക്ക്ഷീറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, ഗുഡ് ബൈ. Thank you, sir. Goodbye. Thank you, sir. Goodbye.